ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് പോർട്ട്ലാൻഡിലാണ്, UK പോർട്ട്ലാൻഡില്. സത്യം പറഞ്ഞ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഒരു സാധാരണ ഒരു ഷർട്ടും പാൻറ്റും ഒരു ക്രോക്സും ഇട്ടിട്ട് ഞാൻ വന്നതാണ്. പക്ഷേ ഇവിടെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് കേട്ടോ. ഒരു ദിവസം ഒന്നും പോരാ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. എന്താ പറയുക, ബിൽഡിങ്സ് ആണെങ്കിലും ഇവിടുത്തെ ഈ ഒരു ഹാർബർ, ഞാനിപ്പോൾ ഉള്ളത് വേമൗത്ത് ഹാർബറാണ് കേട്ടോ. ഓൾഡ് ഹാർബർ വേമൗത്താണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പം ഈ ഒരു ഓൾഡ് ഹാർബറിൻ്റെ കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്തതാണ്. കാരണം ഒരുപാട് എന്താ പറയുക, ലോക്കൽസ് തന്നെ ഇവിടെ മീൻ പിടിക്കുകയും കാര്യങ്ങൾ അവരെ ഫ്രീ ടൈമിൽ അവരിവിടെ വന്ന് കുട്ടികളെയും കൊണ്ട് മീൻ പിടിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാഴ്ചകളിലൂടെ കാണിച്ചു തരാം കേട്ടോ. അല്ല പിന്നെ അതുകൂടെ എൻ്റെ ഈ എൻ്റെ പുറകെ കണ്ട ബോട്ടുകളുണ്ട്, ഒരുപാടുണ്ട് ഇതുപോലെ, എണ്ണിയാൽ തീരില്ല അത്ര. അതെന്താ പറഞ്ഞാൽ അത്രയും ഈ ഹാർബറിൽ നമ്മൾ എന്താ പറയുക, ഇവിടെ വെനീസിലേക്ക് പോലെ വെനീസിൽ ഇതേപോലെയൊക്കെ തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് ഇവിടെ. ഈ രണ്ട് സൈഡും, ഈ ഹാർബറിൻ്റെ രണ്ട് സൈഡും ബിൽഡിങ്ങും കാര്യങ്ങളും. പിന്നെ ആ ബീച്ച്, ആ ഒരു ബീച്ചൊന്നും ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല ഇത്രയും ആളുകൾ ഉണ്ടാവുന്നതും ഇത്ര മനോഹരമെന്നും. പക്ഷേ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എന്തായാലും ഈ വീഡിയോസിലൂടെ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന പോർട്ട്ലാൻഡ് ഐലിൽ വെറും 13,417 മാത്രമാണ് ജനസംഖ്യ. ഇംഗ്ലീഷ് ചാനലിൽ നിന്നും 6 കിലോമീറ്റർ നീളവും 2.7 കിലോമീറ്റർ വീതിയുമുള്ള ഒരു കെട്ടഴിച്ച ദ്വീപാണ് പോർട്ട്ലാൻഡ് ഐൽ. തെക്കേയറ്റമായ പോർട്ട്ലാൻഡ് ബിൽ വേമൗത്ത് റിസോർട്ടിന് 18 കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്നു. ഇത് ഇംഗ്ലണ്ടിലെ ഡോർസെറ്റ് കൗണ്ടിയുടെ തെക്കേ അറ്റമായി മാറുക തന്നെയാണ് ചെയ്യുന്നത്. ചെസിൽ ബീച്ച് പോർട്ട്ലാൻഡിനെ ഇംഗ്ലണ്ടിലെ പ്രധാന ഭൂപ്രദേശമായി ബന്ധിപ്പിക്കുന്നു. A354 റോഡ് ബീച്ചിൻ്റെ പോർട്ട്ലാൻഡ് അറ്റത്തിലൂടെ കടന്നു പോവുകയും പിന്നീട് ഫ്ലീറ്റ് ലഗൂണിനെ മെയിൻലാൻഡിലേക്ക് പാലം വഴി കടന്നു പോവുകയും ചെയ്യുന്നു. ഇത് ഇവിടുത്തെ ചിമ്മിനി കേട്ടോ, ഈ കാണുന്നത്. ഇത് ചിമ്മിനി എന്നാണ് ഇവിടെ അറിയപ്പെടണം. പക്ഷെ എനിക്കറിയില്ല ഇതിൻ്റെ വേറെന്താ പേരൊന്നും, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ യൂറോപ്യൻ കൺട്രീസിൽ പ്രത്യേകിച്ച് എന്താ പറയുക, ഇതുപോലെയുള്ള ഈ പൂക്കൾ കണ്ടോ മുകളിൽ. ഞാൻ പല ജംഗ്ഷനിലും പല ഈ റോഡ് സൈഡുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുപോലെ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പക്ഷേ എന്താ, ഇവിടെ ഒരു ഹാർബറാണ് കേട്ടോ. അത്യാവശ്യം ഇവിടെ നിറച്ച് ആളുകളുണ്ട്. ഞാൻ എന്തായാലും ഇവിടെയുള്ള വ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ഓൾഡ് ഹാർബർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ മീൻ പിടിക്കാമെന്ന് തോന്നുന്നത്, എനിക്ക് തോന്നുന്നത്. അത് ഈ പയ്യനെ കൂടെ ഇവർക്ക് സ്കിഡ് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അറിയില്ല, സ്കിഡാന്നാണ് തോന്നുന്നത്. ഇവിടെ ഈ പയ്യൻ മീൻ പിടിക്കണം. പക്ഷേ അത്യാവശ്യം കുറേ ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ ഇരുന്ന ആളുകൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓൾഡ് ഹാർബർ പോർട്ട്ലാൻഡ് ഫെറി, ഇതൊരു ഫെറി സെറ്റപ്പാണ് ഈ ഭാഗത്തൊക്കെ. അതാണ്ടോ, ഒരു രക്ഷയില്ല. പക്ഷെ ഈ ഹാർബർ കാണാൻ വളരെയധികം എന്താ പറയുക, നല്ല ഭംഗിയുണ്ട്. പക്ഷെ കാണാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇവരെല്ലാവരും മീൻ പിടിക്കുക, പിന്നെ അവിടെ സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. അതുകൊണ്ടല്ലേ ഈ സൈഡ് കഫേയിൽ നിന്ന് തന്നെ ഇവർ ഭക്ഷണങ്ങളും ഈ സൈഡിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലേക്കാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു ഭക്ഷണം വാങ്ങി പുറത്തിരുന്ന് കഴിക്കുക പറഞ്ഞാൽ അത് അത്രയും നാണക്കേടായിട്ട് കാണുന്ന നാട്ടുകാരാണ് നമ്മുടെ അവിടെ ഉള്ളത്. ഇത് കണ്ടോ, ഇവർ ഓരോ പ്രൊഫഷനായിട്ട് ഇവർ പലരും വർക്ക് ചെയ്യണവരാണ്. എന്നാലും അവർക്ക് ഒന്നിനൊരു എന്താ പറയുക, ഒരു രീതിയിലും വ്യത്യസ്തകളില്ലാതെ ഈ സൈഡിൽ നിന്ന് വന്ന് ഇങ്ങനെ അവർ എൻജോയ് ചെയ്യണമെങ്കിൽ ആലോചിച്ച് നോക്ക്. ഇവിടെയൊക്കെ എത്രത്തോളം ഡെവലപ്ഡ് ആണെന്നൊന്നും നിങ്ങൾ തന്നെ നോക്കണം. ഒരുപാട് ടൂറിസ്റ്റുകളും ലോക്കൽസും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ബോട്ടുണ്ട് നിങ്ങൾ, ഇതുപോലൊരു 10-200 അതിൽ കൂടുതൽ, ചിലപ്പോൾ എന്നെ തീരില്ല, അത്രയും ബോട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഓരോ യാത്രകൾ പോകണം ഇവിടുത്തെ. ഇത് പക്ഷേ ഇപ്പോൾ ഡോക്കിയാണ് ഇവിടെ. അതൊക്കെ ഇവരെ പേഴ്സണലായിട്ട് യൂസ് ചെയ്യണ ബോട്ടുകളാണ് ഇതൊക്കെ. ശരി, ഇതുപോലെ നമുക്ക് എവിടെ മറ്റേ വെനീസും നമുക്ക് ഇതുപോലെ കുറേയൊക്കെ ബോട്ടുകൾ കാണാൻ കഴിയുന്നുണ്ടോ ആ ഭാഗത്തും. ഇതിവിടെ ഈ ഓൾഡ് ഹാർബറിന് അടുത്ത് തന്നെ ചേർന്നുള്ളൊരു സ്ട്രീറ്റ് ആണോ. അതിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ സ്ട്രീറ്റ് കണ്ടോ, ഒരുപാട് ആളുകളുടെ അതിൻ്റെ ഉള്ളിൽ. പിന്നെ അതോടെ ഇവിടെ ചെറിയൊരു ക്ലോക്ക് ടവർ കൂടെ കാണുന്നുണ്ട്. പക്ഷെ ആ ക്ലോക്ക് ടവർ വർക്കിംഗ് ആണോന്ന് അറിയില്ല, കാണാൻ പക്ഷെ ഭംഗിയുണ്ട് നല്ല. ഇതുകൊണ്ട് ഒരുപാട് കഫേസിൻ്റെ ഇവിടെ
അത്യാവശ്യം നിറയെ ടൂറിസ്റ്റുകൾ ഇവിടെ കാണാൻ കഴിയും. വെയിലുണ്ടെങ്കിൽ പക്ഷെ ചൂടറിയില്ല കേട്ടോ ഇവിടെ. അത് ഇവിടുത്തെ ഒരു പ്രത്യേക. ഇവിടെ കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ കുറേ വണ്ടികളാണ്. അതായത് വയസ്സായവർക്കൊക്കെ ഇത് വളരെ ഗുണം ചെയ്യും. ഒരുപാട് ഓവർ ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യണത് കൊണ്ട് അതവർക്ക് വളരെ ഗുണം ചെയ്യണ ഒരു കാര്യമാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത് ഇലക്ട്രിക്കാ തോന്നുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഈ സ്ട്രീറ്റിലും ഈ ഓൾഡ് ഹാർബറിന്റെ ചുറ്റും പരിസരങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടി നമുക്കത് ഗുണം ചെയ്യും. അപ്പോൾ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. അത്യാവശ്യം നിറച്ച് എന്താ പറയുക ഫോൺ സ്റ്റുഡിയോ. ഇവിടെ നിന്ന് ഞങ്ങൾ കയറി നോക്കട്ടെ. ഒരു ഫോൺ എടുക്കണം വിഷ്ണോട്ടന്. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി കയറണം. ജനത്തിരക്കാണ്ട് ഇവിടെ കംപ്ലീറ്റ്. പക്ഷെ ഇവിടെ കാണാനും കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ കംപ്ലീറ്റ് ആളുകളേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. ഇന്ത്യക്കാരെയും അത് ഇടയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ UK പിന്നെ ഫുൾ ഇന്ത്യൻസ് ആണ് ഇപ്പോൾ. ഇന്ത്യൻസിന്റെ കളിയല്ലോ ഇവിടെ കംപ്ലീറ്റ്. ഈ M&S ഫുഡ് ഹാൾ എല്ലാം അവിടെ യൂറോപ്യൻ കൺട്രീസിൽ എല്ലാവിടെയും ഈ M&S ഫുഡ് ഹാൾ ഉണ്ട് കേട്ടോ. ഞാൻ അന്നൊരു ദിവസം ബൈ മിസ്റ്റേക്ക് കയറിയതാണ് ആ മൈക്കിൻ്റെ നോക്കാനായിട്ട്. അതുകൊണ്ടല്ലേ ഒരു ഫുഡ് സ്റ്റോറാണ് സത്യം പറഞ്ഞാൽ ഈ M&S ഫുഡ് ഹാൾ എന്നുള്ളത്. പിന്നെ ചെറിയ ചെറിയ കഫേസ് കണ്ടോ. അവിടെയൊക്കെ ഒരുപാട് ആളുകൾ ഈ വെയിലത്തിരിക്കുന്നുണ്ടോ. പക്ഷെ അവർ ആലോചിച്ച് നോക്കുക അവരുടെ സ്കിൻ ക്വാളിറ്റി ഒക്കെ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതെന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് അവർ വെയിലത്തൊന്നും അവർക്കൊരു പ്രശ്നമില്ലാത്തത്. നമ്മൾ ഇന്ത്യക്കാർ ഒരു 2 മിനിറ്റ് വെയിലത്തിരിക്കുമ്പോഴേക്കും ഫുൾ ടാനാവും. അവർക്ക് പക്ഷേ ടാനാവാൻ വേണ്ടിയിട്ടാണ് അവർ പക്ഷേ ഈ വെയിലത്തിരിക്കണതും പിന്നെ വൈറ്റമിൻസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പുറത്തിങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ. ഇവിടെ പുറത്തിരുന്ന് കഴിക്കണതും വെയിൽ കൊണ്ട് ഇങ്ങനെ ഇരിക്കണതൊക്കെ. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ടൊന്നും ഇവിടെ ഈ ബീച്ചിൻ്റെ അവിടേക്ക് ഞാൻ കയറുന്നുണ്ടോ. ബീച്ച് എത്ര കാണാൻ വെള്ളം കണ്ടോ. വെള്ളത്തിൻ്റെ കളർ തന്നെ നീലയാണ്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഈ ബീച്ചിൽ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ആളുകൾ. ഞാൻ ഇറങ്ങുന്നില്ല കാരണം ഞാൻ അങ്ങനെയുള്ള ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഇട്ടിട്ട് പോലും വന്നിട്ടില്ല. ജസ്റ്റ് ഒരു ഷർട്ടും പാൻറ്റും ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങൽ നടക്കില്ല. ഈ ബീച്ചിന്റെ പേര് വെയ്മൗത്ത് ബീച്ചാണെന്നാണ് കേട്ടോ. വെയ്മൗത്ത് ഹാർബർ. ഈ സ്ഥലത്തിന്റെ പേര് തന്നെ വെയ്മൗത്ത് എന്നാണ് കേട്ടോ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ അത് ഹോട്ടലാണ് കേട്ടോ. ആ കാണുന്നത് ഒരു ഹോട്ടലാണ്, റോയൽ ഹോട്ടൽ. അതിന്റെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കിയാൽ നമ്മുടെ മുംബൈയിലെ താജ് ഹോട്ടലൊക്കെ പോലെ ഈ ബീച്ചിന്റെ സൈഡ് തന്നെ എത്ര മനോഹരമായിട്ട് അവർ പണിതിരിക്കണം എന്നുള്ളത് നോക്കണം. വേൾഡ് വാറിന്റെ ഒക്കെ ഒരു മെമ്മറിക്കായിട്ടാണ് ഇത് ഇവിടെ സ്ഥാപിച്ചിരിക്കണത്. അതിന്റെ മുന്നിലാണ് ഈ ബീച്ച്. വളരെ കളർഫുൾ ആണ് കാണാൻ. ഈ ക്യാമറയിലൂടെ എത്രത്തോളം നിങ്ങൾക്ക് മനോഹരമായിട്ട് കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് ഒരു എന്താ പറയാ ഒരു രീതിയിലും ജീവിതത്തിൽ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ കാണുന്ന കാഴ്ചയോടെ. ഈ സൈഡ് കാണുന്ന ബിൽഡിങ്ങുകളും ആ ഒരേ ശൈലിയിൽ നിർമ്മിച്ചിരിക്കണ ഈ ഇതൊക്കെ ആർക്കിടെക്ചർ ഒന്നും ശരിക്കും നമ്മളെ എന്താ പറയുക ഞെട്ടിപ്പിക്കണ രീതിയിലാണ് ഇവര് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കണം. ഈ ഡബിൾ ഡെക്കർ ബസ്സുകളൊക്കെ സത്യം പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ്. അത്രയധികം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ബസ്സിൽ അത്രയും നമുക്ക് ആളുകളെ ഉൾക്കൊള്ളിക്കാനും പറ്റും. സത്യം പറഞ്ഞാൽ എന്താ പറയുക സൈറ്റ് വ്യൂവിനൊക്കെ വളരെ ഉപകാരം ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള ബസ്സുകളും കാര്യങ്ങളൊക്കെ. ഇതുണ്ടോ ഞാൻ വന്നതൊരു ഡബിൾ ഡെക്കറിലാണ്ടോ. ഏറ്റവും മുകളിലിരിക്കുമ്പോൾ നല്ല സൈറ്റ് വ്യൂ ആയിരുന്നു. ഞാൻ ആ വരണ വഴിയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ഇതിൽ എന്തായാലും വീഡിയോയിലിട്ടുണ്ട്. എല്ലാവരും വിശ്രമിക്കുന്നുണ്ട് ഈ മരത്തിന്റെ ചോട്ടില്. എല്ലാവരും ഇവിടെ തന്നെയാണ് കേട്ടോ കൂടുതൽ. പിന്നെ ബീച്ചിൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഉണ്ടോ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ബീച്ചിൽ കാണും. പക്ഷെ എനിക്ക് ഇവിടെ മുഴുവനൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രത്തോളം ഉണ്ട്. ഈ വെയിലത്ത് നടക്കാന്ന് പറയണ ചെറിയൊരു കാര്യം പോലുമില്ല. ബീച്ചിന്റെ അവിടെ നിന്ന് വന്നു കാരണം അവിടെ നല്ല വെയിലും പിന്നെ ഞാൻ ഈ ഷർട്ടും പാൻറ്റും ഇട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടക്കാന്ന് പറഞ്ഞൊരു സുഖമുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഈ സൈഡൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകൾ ഇതുപോലെ പാസ് ചെയ്ത് കൊണ്ടുവരുന്നു. പക്ഷെ ഞാൻ പോർട്ട്ലാൻഡിൽ നിന്ന് ഞാൻ വിചാരിച്ചത് ഇവിടെ ഒന്നുമില്ലെന്ന് വിചാരിച്ചോട്ടോ. പക്ഷെ ഇവിടെ ഒരുപാടുണ്ട് കാര്യങ്ങൾ കാണാനും. അതുപോലെ ആ ബീച്ച് കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ മിസ് ചെയ്തു. കാരണം ജസ്റ്റ് ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിലും അതിൽ കൂടുതലൊന്നും അവിടെ പറ്റിയില്ല. ഡൈവിങ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുന്ന ഇവിടെ ഈ ഹാർബറിൽ വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. അതിൻ്റെ ഒരു ഇൻഫർമേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്.
ഞാനൊന്ന് ആലോചിക്കുകയാണ് ഇവിടുത്തെ ഫ്രീ ടൈംസ് അവർ എത്ര മനോഹരമായിട്ടാണ് ഇവർ ചെലവഴിക്കണമെന്ന് ആലോചിക്കുകയാണ്. എല്ലാവരും കുട്ടികളെയും കൊണ്ടുവന്ന് ഇവിടെ മീൻ പിടിക്കുക. ഇതുപോലെ ഈ ഹാർബറിഞ്ച് തീരത്തേക്ക് ഇരുന്നിട്ടേ. പക്ഷേ ഈ ഹാർബർ ഒരു രക്ഷയില്ല കാണാനായിട്ടും. എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നുമില്ലെന്ന് പ്രതീക്ഷിച്ച് പോർട്ട്ലാൻഡിൽ. പക്ഷേ ഒരുപാടുണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, തീരില്ല. ഇന്നൊരു ദിവസം സത്യം പറഞ്ഞ ഇവിടെ പോരെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഒരു കാറ് കണ്ടോ, വിൻറ്റേജ് ഇല്ലേ ഇന്നലെ, എന്താ അല്ലേ ആലോചിച്ച് നോക്കി. ഈ വെയിലത്ത് ഇങ്ങനെ ഇരുന്ന് ഓടിച്ചപ്പോൾ അവർക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മൾക്ക് കണ്ടോ ഈ താറാവ് കാണാൻ നല്ല മനോഹരം. താറാവ് എന്താ ഇതിനെ പറയാന്നറിയില്ല. ഈ വെള്ളത്തിൽ ഞാൻ കുറേ കണ്ടു. ഇവിടെ ഇരുന്ന് എല്ലാവരും മീൻ പിടിക്കണ്ടേ ഈ സൈഡൊക്കെ ഇരുന്ന്. ഈ നായി കണ്ടോ, അമേരിക്കൻ പിറ്റ്ബുള്ളാണ്. ഞാൻ അങ്ങനെ തിരിച്ചു വരുമ്പോൾ ആ വഴിയിലൊന്നും എന്താ പറയുക, ഇവിടെ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇത് കണ്ടോ പലക കൊണ്ടുള്ള സ്റ്റെപ്സാണ്. ഇവിടെ വലിയ രീതിയിൽ ആളുകളൊന്നുമില്ല. പക്ഷെ ജസ്റ്റ് എന്താ പറയുക, ഓടാനും നടക്കാനൊക്കെ നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട്. ഒരു കടലിൻ്റെ തീരത്താണ് കേട്ടോ. നമ്മൾ കണ്ട ഹാർബറിൻ്റെ കുറച്ച് ഓപ്പോസിറ്റാണ് ഈ കാഴ്ച. കണ്ടില്ലേ, ആളുകളൊക്കെ ജസ്റ്റ് ഇതുപോലെ സൈഡൊക്കെ വന്നിരിക്കുന്നുണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ. അങ്ങനെയുള്ള കുറച്ച് സ്പേസുകളൊക്കെ. ഞാനങ്ങനെ ഇവിടുന്ന് തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇനി അടുത്ത വ്ളോഗിൽ, സെൻറ്റ് മാലോ ഫ്രാൻസ് എന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ. പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നവരെ.